കൊച്ചി തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. ഗ്ലോബൽ പബ്ലിക് സ്കൂളിന് പുറമെ മിഹർ മുൻപ് പഠിച്ചിരുന്ന കാക്കനാട് ജെയിംസ് ഇന്റർനാഷണൽ സ്കൂളിലും കുട്ടി കടുത്ത മാനസിക പീഡനം നേരിട്ടതായി പോലീസ് കണ്ടെത്തൽ. ജെയിംസ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെ പോലീസ് ചോദ്യം ചെയ്യും. കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, എന്തായാലും ഈ ഒരു മിഹിറിൻ്റെ മരണത്തോടുകൂടി പല കാര്യങ്ങളാണ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. ശരിക്കും സ്കൂളുകളിലൊക്കെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതിൽ ഏതു രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? സ്വാതി, ജെയിംസ് സ്കൂളിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും പോലീസിന്റെ അന്വേഷണം ശക്തമാകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ജെയിംസ് ഇന്റർനാഷണൽ സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് മിഹറിനെ അവിടെ നിന്നും പുറത്താക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നും മിഹറിനെ പോരേണ്ടി വരുന്നത്. മിഹറിനെ പുറത്താക്കിയതല്ല, തെറ്റാണ് ഞാൻ പറഞ്ഞത്. മിഹറിനെ അവിടെ നിന്ന് പോരേണ്ടി വരുന്നത് കാരണം അവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ കടുത്ത മാനസിക പീഡനം ഈ കുട്ടിക്ക് കൊടുത്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നതും. മുൻപ് 2 കുട്ടികൾ തമ്മിൽ ചെറിയ തർക്കമുണ്ടായപ്പോൾ മിഹറിനെ 1 ആഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് സസ്പെൻഷൻ കഴിഞ്ഞെത്തിയ കുട്ടിയെ വൈസ് പ്രിൻസിപ്പൾ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വീണ്ടും മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടിയെ ഐസൊലേഷനിലാക്കുക, അതായത് ഒരു മുറിയിൽ ദിവസങ്ങളോളം കുട്ടിയെ ഇരുത്തുക. കുട്ടിയെ പരീക്ഷ എഴുതിക്കുന്നതും ഒരു മുറിയിൽ ഇരുത്തിയായിരുന്നു പരീക്ഷ എഴുതിച്ചത്. ഒറ്റയ്ക്കോ ഒരു ക്ലാസ് റൂമിൽ ഇരുത്തി പരീക്ഷ എഴുതിച്ചു. ഒരു മുറിയിൽ തന്നെ തുടരാൻ കുട്ടിയെ പല ദിവസങ്ങളിലും നിർബന്ധിച്ചു. കൂടാതെ ഈ കുട്ടിയെ നോക്കുന്നതിന് വേണ്ടി ആ സ്കൂളിൽ തന്നെ ഒരു ബോഡി ഗാർഡിനെ ഏർപ്പാട് ചെയ്തിരുന്നു വൈസ് പ്രിൻസിപ്പൾ. കുട്ടി എങ്ങോട്ട് പോയാലും അത്യാവശ്യമായി കുട്ടിക്ക് പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോകേണ്ടി വന്നാലും ഈ ബോഡി ഗാർഡ് പുറകെ പോയി കുട്ടിയുടെ സ്വാതന്ത്ര്യത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. ഇത് കടുത്ത മാനസികമായ പീഡനം ആ കുട്ടിക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നന്നായി ബാസ്കറ്റ്ബോൾ കളിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതിനെ ആ ടീമിൽ നിന്ന് പോലും വൈസ് പ്രിൻസിപ്പാളിൻ്റെ പിടിവാശി കൊണ്ട് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം ആ കുട്ടിയുടെ ആ സ്കൂള് വിട്ടുപോകുന്നതിനും ഒരുപക്ഷെ ഈ ആത്മഹത്യ വരെ എത്തുന്നതിനും കാരണമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാക്കേണ്ടതുണ്ട്. അന്വേഷണം ഊർജിതം തന്നെയാണ്.